ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ടാലൻറ്റ് ഹണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ 4th ചാപ്റ്ററായ ഇന്ത്യ ടുവാർഡ്സ് എ ന്യൂ ഇയറ, ഇന്ത്യ പുതുയുഗത്തിലേക്ക്. ഈ പാഠത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യങ്ങളിലേക്ക് അടുക്കാം. വാട്ട് ഈസ് മെൻഡ് ബൈ സതി? സതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? When the husband died, the wife of the deceased had to jump into the pyre and die. This evil custom was called sati. ഭർത്താവ് മരിച്ചാൽ ഭർത്താവിന്റെ ചിതയിൽ ചാടി ഭാര്യ മരിക്കുന്ന അനാചാരത്തെയാണ് സതി എന്നറിയപ്പെടുന്നത്. സതി is an evil practice that prevailed in India. Several such social evils and practices prevailed in India. Can you name some of them? ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു അനാചാരമായിരുന്നു സതി. ഇത്തരത്തിലുള്ള നിരവധി സാമൂഹിക അനാചാരങ്ങൾ ഇന്ത്യയിൽ നിലനിന്നിരുന്നു. അവ ഏതെല്ലാമാണെന്ന് നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? ചൈൽഡ് മാരേജ്, പ്രൊഹിബിഷൻ ഓൺ വിഡോ റീമാരേജ്, ഹ്യൂമൻ സാക്രിഫൈസ്, സ്ലേവറി, കാസ്റ്റ് സിസ്റ്റം, ചൈൽഡ് ലേബർ എക്സെട്ര. ശൈശവ വിവാഹം, വിധവ വിവാഹ നിഷേധം, നരബലി, അടിമത്തം തുടങ്ങിയ നിരവധി സാമൂഹിക അനാചാരങ്ങൾ ഇന്ത്യയിൽ നിലനിന്നിരുന്നു. Name the social reformer who fought against the social evil Sati. സതിക്കെതിരെ ശബ്ദമുയർത്തിയ നവോത്ഥാന നായകനാര്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയാണ് സതി, ചൈൽഡ് മാരേജ് എന്നീ അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയത്. Name the British ruler who abolished Sati by law. സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആര്? ലോർഡ് വില്യം ബെന്റിക്. ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന വില്യം ബെന്റിക് പ്രഭുവാണ് സതി നിരോധിച്ചത്. ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയിയുടെ പ്രവർത്തനങ്ങളായിരുന്നു. ഹു ഫൗണ്ടഡ് ബ്രഹ്മ സമാജ്? ബ്രഹ്മ സമാജം സ്ഥാപിച്ചതാര്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മ സമാജം സ്ഥാപിച്ചത്. Who is known as the father of Indian Renaissance? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ആണ് ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. Who founded ആര്യ സമാജ്? ആര്യ സമാജം സ്ഥാപിച്ചതാര്? സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജം സ്ഥാപിച്ചത്. Name the Indian Renaissance leader who gave the slogan "Go back to Vedas." Go back to Vedas. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തതാര്? സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് "Go back to Vedas" വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത്. Name the organization formed by ജ്യോതിറാവ് ഫൂലെ. ജ്യോതിറാവ് ഫൂലെ സ്ഥാപിച്ച സംഘടന ഏത്? സത്യശോധക് സമാജ്. സത്യശോധക് സമാജ് വാസ് ഫൗണ്ടഡ് ബൈ ജ്യോതിറാവ് ഫൂലെ. ആര്യ മഹിളാ സഭ വാസ് ഓർഗനൈസ്ഡ് ബൈ. ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചതാര്? പണ്ഡിത രമാബായി. പണ്ഡിത രമാബായിയാണ് ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത്. അലിഗർ മൂവ്മെന്റ് വാസ് ഓർഗനൈസ്ഡ് ബൈ. അലിഗർ മൂവ്മെന്റ് സംഘടിപ്പിച്ചതാര്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് അലിഗ്ര മൂവ്മെന്റ് സംഘടിപ്പിച്ചത്. നെയിം ദ ഓർഗനൈസേഷൻ ഫോംഡ് ബൈ സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച സംഘടനയുടെ പേരെന്താ? രാമകൃഷ്ണ മിഷൻ. സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച സംഘടനയാണ് രാമകൃഷ്ണ മിഷൻ. കംപ്ലീറ്റ് ദ ടേബിൾ. കൂട്ടുകാരൊരു ടേബിൾ കാണുന്നില്ലേ? ടേബിൾ ഒന്ന് പൂർത്തിയാക്കിയാലോ? ടേബിൾ 3 ആക്കി തിരിച്ചിട്ടുണ്ട്. ലീഡേഴ്സ് ഓഫ് ഇന്ത്യൻ റിനൈസൻസ്, ഇന്ത്യൻ നവോത്ഥാന നേതാക്കൾ. രണ്ടാമത്തെ ബോക്സിൽ എഴുതേണ്ടത് അവർ സ്ഥാപിച്ച സംഘടനയുടെ പേരാണ്, ഓർഗനൈസേഷൻസ്. മൂന്നാമതായി മേജർ ആക്ടിവിറ്റീസ്, അവരുടെ പ്രധാന പ്രവർത്തനങ്ങൾ. ആദ്യം രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച ഓർഗനൈസേഷനാണ് ബ്രഹ്മ സമാജ്. അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളാണ് ട്രൈ ടു പുട്ട് ആൻ എൻഡ് ടു സതി ആൻഡ് ചൈൽഡ് മാരേജ്, പ്രൊമോട്ടഡ് വിഡോ റീമാരേജ്, സതി, ശൈശവ വിവാഹം എന്നീ അനാചാരങ്ങൾക്കെതിരെ രാജാറാം മോഹൻ റോയ് ശബ്ദമുയർത്തി. അടുത്തതായി സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതി സംഘടിപ്പിച്ച സംഘടനയാണ് ആര്യ സമാജം. മേജർ ആക്ടിവിറ്റീസ്, ഹി ഗേവ് ദ കോൾ "Go back to Vedas."
ഗോ ബാക്ക് ടു വേദാസ് എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ജ്യോതിറാവ് ഫൂലെ ഫൗണ്ടഡ് സത്യശോധക് സമാജ്. ഹി ഒപ്പോസിഡ് കാസ്റ്റ് സിസ്റ്റം. അദ്ദേഹം ജാതി വ്യവസ്ഥക്കെതിരെയായിരുന്നു. പ്രൊമോട്ടഡ് വിഡോ റീമാരേജ്. പണ്ഡിത രമാബായി ഓർഗനൈസ്ഡ് ആര്യ മഹിളാ സഭ. ഷീ വർക്ക്ഡ് ഫോർ റിമൂവിംഗ് സോഷ്യൽ ഇനിക്വാലിറ്റീസ് ഫേസ്ഡ് ബൈ വുമൺ. സ്ത്രീകൾ അനുഭവിക്കുന്ന സാമൂഹ്യ അസമത്വങ്ങൾക്കെതിരെ പണ്ഡിത രമാബായി പോരാടി. സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഓർഗനൈസ്ഡ് അലിഗ്ര മൂവ്മെന്റ്. He promoted modern education among the Muslims aimed at Hindu-Muslim unity. അവസാനമായി സ്വാമി വിവേകാനന്ദൻ ഓർഗനൈസ്ഡ് രാമകൃഷ്ണ മിഷൻ. He fought against the caste inequalities, promoted education among women. ജാതി വ്യവസ്ഥകളെ എതിർക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത പരിഷ്കർത്താവായിരുന്നു സ്വാമി വിവേകാനന്ദൻ. ഇദ്ദേഹത്തിന്റെ സംഘടനയാണ് രാമകൃഷ്ണ മിഷൻ. Who was the guru of സ്വാമി വിവേകാനന്ദ? സ്വാമി വിവേകാനന്ദത്തിന്റെ ഗുരു ആരായിരുന്നു? ശ്രീ രാമകൃഷ്ണ പരമഹംസയാണ് സ്വാമി വിവേകാനന്ദന്റെ ഗുരു. Evaluates the role of the reformers and the social movements in fighting against the social evils. സാമൂഹ്യ തിന്മകൾക്കെതിരെ പ്രവർത്തിച്ച വ്യക്തികളുടെയും അവരുടെ പ്രസ്ഥാനങ്ങളുടെയും പങ്ക് വിശകലനം ചെയ്യുക. All the reformers gave emphasis to the importance of education and established educational institutions. എല്ലാ പരിഷ്കർത്താക്കളും എല്ലാ റിഫോമേഴ്സും വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം പറഞ്ഞു. അവർ പുതിയ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. This accelerated the progress of education in India. ഇത് ഇന്ത്യയിൽ വിദ്യാഭ്യാസ പുരോഗതിക്ക് കാരണമായി. They reminded Indians of their rich cultural heritage and thereby developed self-respect and national pride. സോഷ്യൽ റിഫോമേഴ്സ് ഇന്ത്യയുടെ പൈതൃകത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. ഇത് സ്വന്തം രാജ്യത്തെക്കുറിച്ചുള്ള അഭിമാനബോധവും ആത്മവിശ്വാസവും ഇന്ത്യക്കാരിൽ വളർത്തി. What were the factors responsible for the development of nationalism among Indians? ഇന്ത്യക്കാർക്കിടയിൽ ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച ഘടകങ്ങൾ വ്യക്തമാക്കുക. The British conquered princely states and unified India politically. ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ കീഴ്പ്പെടുത്തി ഒറ്റ ഭരണത്തിന് കീഴിലാക്കി രാഷ്ട്രീയമായി ഇന്ത്യയെ ഏകീകരിച്ചു. The economic exploitation of the British government created an anti-British attitude among Indians. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സാമ്പത്തികമായുള്ള ചൂഷണം ഇന്ത്യക്കാരിൽ പൊതുവെ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം വളർത്തി. The spread of English education and the development in transport and communication brought the people together. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ വ്യാപനവും ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങളുടെ വളർച്ചയും വിവിധ ജനവിഭാഗങ്ങളെ ഒരുമിപ്പിച്ചു. The strategies adopted by British to suppress the first war of Indian independence created a national consciousness and made people think that they belong to the same country. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്തുവാൻ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച മാർഗം ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നിപ്പിക്കുവാനും ഒരു രാജ്യത്തിൽ ഉൾപ്പെട്ടവരാണെന്ന ബോധമുണ്ടാക്കുവാനും സഹായിച്ചു. വാട്ട് ഈസ് ഇന്ത്യൻ നാഷണലിസം? ഇന്ത്യൻ ദേശീയത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ നാഷണലിസം is the sense of oneness beyond religious, linguistic and regional diversities. മതപരവും ഭാഷാപരവും പ്രാദേശികവുമായ വൈവിധ്യങ്ങൾക്കപ്പുറം എല്ലാ ഇന്ത്യക്കാരും ഒന്നാണെന്ന ഈ ബോധത്തെയാണ് ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത്. നെയിം ദ റൈറ്റേഴ്സ് ഇൻസ്ട്രുമെൻ്റൽ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് നാഷണലിസം. ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച സാഹിത്യകാരന്മാരാരൊക്കെ? ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, മുഹമ്മദ് ഇക്ബാൽ, ലക്ഷ്മിനാഥ് ബെസ്ബറുവ, അൽതാഫ് ഹുസൈൻ. Which are the earlier organizations formed in the different parts of India? ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പ്രാദേശിക സംഘടനകൾ രൂപം കൊണ്ടിട്ടുണ്ട്. അവ ഏതെല്ലാം? മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂന സാർവജനിക് സഭ, ഇന്ത്യൻ അസോസിയേഷൻ. When did the Indian National Congress form? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത് എപ്പോഴാണ്?
72 representatives of various organizations across India assembled in Bombay on December 1885 and formed the Indian National Congress. With the formation of the Indian National Congress, the agitations against the British attained an organized nature. വിവിധ സംഘടനകളിൽ നിന്നുള്ള 72 പ്രതിനിധികൾ ചേർന്ന് 1885 ഡിസംബർ 28 ബോംബെയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തോടെ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് എല്ലാവരും ഒന്നിച്ചു പോരാടാൻ തുടങ്ങി. Who presided over the first meeting of Indian National Congress? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ മീറ്റിംഗിൽ അധ്യക്ഷത വഹിച്ചതാര്? W.C. Banerjee. What are the major aims of the Indian National Congress? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? To promote fellow feeling among the volunteers from different parts of the country. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദബോധം വളർത്തുക എന്നതായിരുന്നു അവരുടെ ആദ്യ ലക്ഷ്യം. To develop a national spirit beyond the religious, caste and regional loyalties. ജാതിയുടെയോ മതത്തിൻ്റെയോ ദേശത്തിൻ്റെയോ വേർതിരിവില്ലാതെ ദേശീയബോധം വളർത്തുക. To bring the problems of Indians to the notice of authorities. ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഈ 3 കാര്യങ്ങളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. വാട്ട് ഈസ് കോൾഡ് ദ നാഷണൽ മൂവ്മെൻറ്റ്? നാഷണൽ മൂവ്മെൻറ്റ് ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ദ ഓർഗനൈസ്ഡ് അജിറ്റേഷൻസ് എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് പവർ ക്യാൻ ബി കോൾഡ് ദ നാഷണൽ മൂവ്മെൻറ്റ്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ഒരുമിച്ചുള്ള പ്രക്ഷോഭങ്ങളെയാണ് ദേശീയ പ്രസ്ഥാനം അല്ലെങ്കിൽ നാഷണൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. വിച്ച് ആർ ദ 3 ഫേസസ് ഓഫ് നാഷണൽ മൂവ്മെൻറ്റ്? സമര രീതിയുടെ അടിസ്ഥാനത്തിൽ നാഷണൽ മൂവ്മെൻറ്റിനെ 3 ഘട്ടങ്ങളായി വേർതിരിച്ചിട്ടുണ്ട്. അവ ഏതെല്ലാം? ദ പീരീഡ് ഓഫ് മോഡറേറ്റ് നാഷണലിസം, ദ പീരീഡ് ഓഫ് എക്സ്ട്രീം നാഷണലിസം, ഗാന്ധിയൻ ഇറ. 1. ദ പീരീഡ് ഓഫ് മോഡറേറ്റ് നാഷണലിസം, മിതവാദ ദേശീയതയുടെ കാലഘട്ടം. 2. ദ പീരീഡ് ഓഫ് എക്സ്ട്രീം നാഷണലിസം, തീവ്ര ദേശീയതയുടെ കാലഘട്ടം. 3. ഗാന്ധിയൻ ഇറ, ഗാന്ധിയൻ കാലഘട്ടം. The period from 1885 to 1905 was of moderate nationalism. 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടം മോഡറേറ്റ് കാലഘട്ടമായിരുന്നു. ഇവാലുവേറ്റ് ദ റോൾ ഓഫ് മോഡറേറ്റ്സ് ഇൻ പോയിന്റിംഗ് ഔട്ട് ദ ബ്രിട്ടീഷ് പോളിസീസ്. ബ്രിട്ടീഷ് നയങ്ങളെ തുറന്നു കാട്ടുന്നതിൽ മോഡറേറ്റ്സ് അതായത് മിതവാദികൾ വഹിച്ച പങ്ക് വിലയിരുത്തുക. The leaders of moderate nationalism were English educated. The prominent among them were Dadabhai Naoroji, Gopalakrishna Gokhale, Badruddin Tyabji, and Firoz Shah Mehta. Their policy was to bring the common problems and demands to the notice of the British government by meaning of petitions, resolutions, and protests. Unfortunately, the British officials did not properly consider them. These leaders studied the root causes of the poverty in British India, and these studied formed the ideological base for the national movement. മോഡറേറ്റ് നാഷണലിസത്തിലുള്ള മിതവാദ ദേശീയതയിലുള്ള നേതാക്കൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചവരായിരുന്നു. അവരിൽ പ്രമുഖരായിരുന്നു ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ ത്യാബ്ജി, ഫിറോസ് ഷാ മേത്ത തുടങ്ങിയവർ. പരാതികളിലൂടെയും പ്രമേയങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും പൊതു ആവശ്യങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് അവർ ശ്രമിച്ചത്. പക്ഷേ ഈ ആവശ്യങ്ങൾ ബ്രിട്ടീഷ് അധികാരികൾ വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല. ഇംഗ്ലീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യ ദരിദ്രമായത് എങ്ങനെയാണെന്ന് അവർ പഠിക്കുകയുണ്ടായി. ഇവർ നടത്തിയ പഠനങ്ങളാണ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിന്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ആശയപരമായ അടിത്തറ നൽകിയത്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഡ്രെയിൻ തിയറി. ഡ്രെയിൻ തിയറിയെക്കുറിച്ച് അതായത് ചോർച്ചാ സിദ്ധാന്തത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഡ്രെയിൻ തിയറി ഈസ് ദ മേജർ കോൺട്രിബ്യൂഷൻ ഓഫ് ദാദാഭായ് നവറോജി. ദർ വാസ് എ ഡ്രെയിൻ of wealth from India to England during colonial rule. It was mainly in the form of salary, taxes and gifts. He proved that the economic drain under the British rule is the root
കോസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ. ദാദാഭായ് നവറോജിയുടെ പ്രധാന സംഭാവനയാണ് റെയിൻ തിയറി. ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് പലതരത്തിൽ ചോർത്തിക്കൊണ്ടുപോയിരുന്നു. ശമ്പളമായും സമ്മാനമായും നികുതിയായുമായിരുന്നു ഈ സാമ്പത്തിക ചോർച്ച. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ഈ ചോർച്ചയാണെന്ന് ദാദാഭായ് നവറോജി വിലയിരുത്തി. ഇൻ വിച്ച് ഇയർ വാസ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ? ബംഗാൾ വിഭജനം നടന്ന വർഷം ഏതായിരുന്നു? 1905. 1905 ബംഗാൾ വിഭജനം നടന്നത്. നെയിം ദ ബ്രിട്ടീഷ് വൈസ്രോയ് ഹു ഡിവൈഡഡ് ബംഗാൾ ഇൻടു ടു. ബംഗാളിനെ രണ്ടായി വിഭജിച്ച ബ്രിട്ടീഷ് വൈസ്രോയ് ആര്? ലോർഡ് കഴ്സൺ. ദ അജിറ്റേഷൻസ് എഗെയിൻസ്റ്റ് ദ പാർട്ടീഷൻ സ്റ്റിർഡ് ബംഗാൾ. ഹൗ ഡിഡ് ദ പീപ്പിൾ ഓഫ് ബംഗാൾ പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ദ പാർട്ടീഷൻ? വിഭജനത്തിനെതിരെയായ സമരം ബംഗാളിനെ ഇളക്കി മറിച്ചു. ഏതെല്ലാം രീതിയിലാണ് ബംഗാൾ വിഭജനത്തിനെതിരായി അവർ പ്രതികരിച്ചത്? ഓർഗനൈസ്ഡ് പ്രൊട്ടസ്റ്റ് മീറ്റിംഗ്സ്, പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു. പിക്കറ്റഡ് ഷോപ്സ് ദാറ്റ് സോൾഡ് ഫോറിൻ ഗുഡ്സ്, വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ നിരോധിച്ചു. ബേൺഡ് ഫോറിൻ ക്ലോത്ത്സ്, വിദേശ വസ്ത്രങ്ങൾ തീയിട്ട് നശിപ്പിച്ചു. പ്രൊമോട്ടഡ് ദ യൂസ് ഓഫ് ഇന്ത്യൻ പ്രൊഡക്ട്സ്, ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിന് പ്രേരിപ്പിച്ചു. ഓർഗനൈസ്ഡ് മാർച്ചസ് ആൻഡ് പബ്ലിക് മീറ്റിംഗ് എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്, ബ്രിട്ടീഷുകാർക്കെതിരെ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു. കൂട്ടുകാരെ, സമരത്തിൻ്റെ ആഴം മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഗവൺമെൻറ് ബംഗാൾ വിഭജന തീരുമാനം പിൻവലിക്കേണ്ടി വന്നു. ഹു വ്രോട്ട് ദ ഫേമസ് ബുക്ക് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ? ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാര്? ജവഹർലാൽ നെഹ്റു. Which period is known as extreme nationalism? എക്സ്ട്രീം നാഷണലിസം, തീവ്ര ദേശീയത എന്നറിയപ്പെടുന്നത് ഏത് കാലഘട്ടമാണ്? The period of agitations followed by the partition of Bengal brought a new turn in the national movement and it was known as the period of extreme nationalism. The main leaders of this phase were Bal Gangadhar Tilak, Bipin Chandra Pal and Lala Lajpat Rai. They were jointly known as ലാൽ ബാൽ പാൽ. ബംഗാൾ വിഭജനവും തുടർന്നുണ്ടായ സമരങ്ങളും ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിനെ പുതിയൊരു ഘട്ടത്തിലേക്ക് നയിച്ചു. ഈ കാലഘട്ടമാണ് എക്സ്ട്രീം നാഷണലിസം എന്നറിയപ്പെടുന്നത്. ബാലഗംഗാധർ തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ് എന്നിവരായിരുന്നു ഇതിൻ്റെ പ്രധാന നേതാക്കൾ. ഇവർ മൂവരും ലാൽ പാൽ ബാൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. നെയിം ദ നാഷണൽ ലീഡർ who was popularly known as Lokamanya. ലോകമാന്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ബാലഗംഗാധർ തിലക്. ബാലഗംഗാധർ തിലകാണ് ലോകമാന്യ എന്നറിയപ്പെടുന്നത്. Which are the two newspapers started by Bal Gangadhar Tilak? ബാലഗംഗാധർ തിലക് ആരംഭിച്ച രണ്ട് പത്രങ്ങൾ ഏതൊക്കെയാണ്? മറാത്ത ആൻഡ് കേസരി. നെയിം ദ ലീഡർ who gave the slogan Swaraj is my birthright and I must have it. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് ആഹ്വാനം ചെയ്ത നേതാവാര്? ബാലഗംഗാധർ തിലക്. The activities of these leaders won country-wide attention and inspired the mass. കൂട്ടുകാരെ, എക്സ്ട്രീം നാഷണലിസത്തിലെ അതായത് തീവ്ര ദേശീയവാദികളായ ഇവരുടെ പ്രവർത്തനങ്ങൾ ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയും ജനതയെ പ്രചോദിപ്പിക്കുകയും ചെയ്തു. കംപ്ലീറ്റ് ദ ടേബിൾ. കൂട്ടുകാരെ, നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ടേബിൾ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. ഒന്ന് മോഡറേറ്റ് ലീഡേഴ്സും രണ്ടാമത്തേത് എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സും. ഒന്ന് മിതവാദി നേതാക്കന്മാരും രണ്ടാമത്തേത് തീവ്ര ദേശീയ നേതാക്കന്മാരും. കൂട്ടുകാർ പറയൂ, മോഡറേറ്റ് ലീഡേഴ്സ് ആരൊക്കെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി, ബദ്രുദ്ദീൻ ത്യാബ്ജി, ഫിറോസ് ഷാ മേത്ത. എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ് ആരൊക്കെയാണ്? ബാലഗംഗാധർ തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്. When was All India Muslim League formed? ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് എന്നാണ്? ഇൻ 1906. 1906 ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത്. Who were the founders of All India Muslim League? ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ചത് ആരൊക്കെയാണ്? The All India Muslim League was formed by Aga Khan and Nawab Salimullah Khan in Dhaka in 1906. 1906 ധക്കായിൽ വെച്ച് ആഗാ ഖാനും നവാബ് സലീമുള്ള ഖാനും ചേർന്നാണ് ഈ സംഘടന രൂപീകരിച്ചത്.
വാട്ട് വാസ് സൂറത്ത് സ്പ്ലിറ്റ്? സൂറത്ത് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? In the period of partition of Bengal, there was growing difference of opinion between the moderates and the extremists. It led to the split in the Congress at its All India session at Surat in 1907. It temporarily weakened the activities of the national movement. ബംഗാൾ വിഭജന കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് എക്സ്ട്രീമിസ്റ്റും മോഡറേറ്റ്സും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വർദ്ധിച്ചു വന്നു. 1907 കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സമ്മേളനം സൂറത്തിലാണ് നടന്നത്. സമ്മേളനത്തിൽ കോൺഗ്രസ് രണ്ടായി പിരിയുകയും നാഷണൽ മൂവ്മെന്റിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി ദുർബലപ്പെടുകയും ചെയ്തു. വാട്ട് ഈസ് ദ മൂവ്മെന്റ് സ്റ്റാർട്ടഡ് ബൈ ആനി ബെസന്റ് ഇൻ 1916? 1916 ആനി ബെസന്റ് ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? ഹോം റൂൾ മൂവ്മെന്റ്. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ലക്നൗ പാക്ട്? ലക്നൗ പാക്ടിന്റെ പ്രാധാന്യം എന്താണ്? ദ ലക്നൗ സെക്ഷൻ ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഹെൽഡ് ഇൻ 1916. The moderates and extremists who split in the Surat section decided to give up their difference of opinion and join together. 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്നൗ സമ്മേളനം നടന്നത്. സൂറത്ത് സമ്മേളനത്തിൽ രണ്ടായി പിരിഞ്ഞ എക്സ്ട്രീമിസ്റ്റുകളും മോഡറേറ്റ്സും ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. കൂടാതെ സർവേന്ത്യ മുസ്ലിം ലീഗുമായി സഹകരിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചു. കൂട്ടുകാരെ, ഇനി നമുക്ക് ലെറ്റസ് എസസ് നോക്കിയാലോ? പ്രിപ്പയർ എ നോട്ട് ഓൺ ദ റോൾ ഓഫ് ദ ലീഡേഴ്സ് ഓഫ് ഇന്ത്യൻ റിനൈസൻസ് ഇൻ എലിമിനേറ്റിംഗ് ദ സോഷ്യൽ ഈവൽസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സാമൂഹിക അനാചാരങ്ങൾ നിർത്തുവാൻ നവോത്ഥാന നേതാക്കൾ വഹിച്ച പങ്കിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. Several people came forward to protest against the superstitions that prevailed in our country. The ability to think logically, the English education, and the mentality to work against the social evils encouraged them to bring about social reforms. They worked hard for the liberation of women and their education. Several struggles took place for getting rid of such social evils. Finally, India became free from most of these social evils. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് കോളം എ വിത്ത് കോളം ബി. മാച്ച് ദ ഫോളോയിങ് ആണ്. എ കോളത്തിൽ നൽകിയിട്ടുള്ളവയെ ബി കോളത്തിൽ അതിനനുയോജ്യമായത് കണ്ടെത്തി യോജിപ്പിക്കുക. എ കോളത്തിൽ ഫസ്റ്റ് ഏതാണ്? ബ്രഹ്മ സമാജം. ബ്രഹ്മ സമാജവുമായി ബന്ധപ്പെട്ട എന്താണ് സെക്കൻഡ് കോളത്തിലുള്ളത്? രാജാറാം മോഹൻ റോയ്. അടുത്തത് ആര്യ സമാജം. ആര്യ സമാജവുമായി ബന്ധപ്പെട്ട എന്താണ് സെക്കൻഡ് കോളത്തിലുള്ളത്? സ്വാമി ദയാനന്ദ സരസ്വതി. മൂന്നാമത്തേത് ആര്യ മഹിളാ സഭ. ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത് പണ്ഡിത രമാബായി ആണ്. അവസാനമായി രാമകൃഷ്ണ മിഷൻ. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ. തന്നിരിക്കുന്ന ടേബിൾ നമുക്ക് പൂർത്തിയാക്കാം. ആദ്യം തന്നിരിക്കുന്നത് എന്താണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെ മോഡറേറ്റ് നാഷണലിസത്തിലെ നേതാവാണ്. രണ്ടാമതായി ബാൽ ഗംഗാധർ തിലക്. ബാൽ ഗംഗാധർ തിലക് എക്സ്ട്രീം നാഷണലിസത്തിലെ ലീഡറാണ്. മൂന്നാമത് നൽകിയിട്ടില്ല. അവരുമായി ബന്ധപ്പെട്ട ഒരു കാര്യം രണ്ടാമത്തെ ബോക്സിൽ നൽകിയിട്ടുണ്ട്. എന്താണ്? ഹോം റൂൾ മൂവ്മെൻറ്റ്. ഹോം റൂൾ മൂവ്മെൻറ്റ് ആരാണ് ആരംഭിച്ചത്? ആനി ബെസന്റ്. അവസാനമായി ആഗാഖാൻ. ആഗാഖാൻ സ്ഥാപിച്ച സംഘടനയാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പ്രിപ്പയർ നോട്ട്സ് ഓൺ ദ ഫോളോയിങ് സ്വദേശി മൂവ്മെൻറ്റ് ആൻഡ് ഹോം റൂൾ മൂവ്മെൻറ്റ്. സ്വദേശി മൂവ്മെൻറ്റിനെ കുറിച്ചും ഹോം റൂൾ മൂവ്മെൻറ്റിനെ കുറിച്ചും ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. ആദ്യം സ്വദേശി മൂവ്മെൻറ്റിനെ കുറിച്ച് നോക്കാം. ഇറ്റ് ഈസ് എ മൂവ്മെൻറ്റ് വിച്ച് sought to persuade people to give up foreign goods and instead to use locally made goods. This movement became popular with the partition of Bengal. Leaders like Dayananda Saraswati, Rabindranath Tagore, Lokamanya Tilak, and so on worked actively for this purpose. Boycott of foreign clothes and the popularization of the handloom textiles were parts of this movement. ഇനി ഹോം റൂൾ മൂവ്മെൻറ്റിന് നോക്കാം. The Congress supported Britain in the First World War with the hope that India would be granted autonomy after the war. Thousands of Indian soldiers died in that war. But after the war, the demand of Indians was neglected.
Following this, Home Rule movement led by Annie Besant and Balagangadhar Tilak kept the national movement alive. കൂട്ടുകാരെ, പാഠം അവസാനിച്ചു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.